പോട്ടോപോട്ടോ എന്ന സ്ഥലത്ത് കുറേ കാലം മുമ്പ് കുറച്ചു സഹോദരന്മാർ ജീവിച്ചിരുന്നു. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ട് അവർക്ക് ആകെ കിട്ടിയത് ഒരു ഏരാൽ മത്സ്യത്തെയായിരുന്നു. സിൻസിനാവ എന്നായിരുന്നു അതിൻ്റെ പേര്. അവരതിനെ പാകം ചെയ്ത് ഒരടയ്ക്കാ മരത്തിൽ തൂക്കിയിട്ടു. ഏരാലിൻ്റെ അച്ഛനമ്മമാർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തങ്ങളുടെ പൊന്നോമന കുഞ്ഞിനെ കാണാതെ വല്ലാതെ വിഷമിച്ചു. അവർ അതിനെ അന്വേഷിച്ച് പോട്ടോപോട്ടിൽ എത്തിച്ചേർന്നു. സിൻസിനോവ, സിൻസിനോവ എന്ന് കരളൊരുകും വിധം അവർ കരഞ്ഞു വിളിക്കുന്നുമുണ്ടായിരുന്നു. തീയിൽ വേവിച്ച കുഞ്ഞു ഏരാൽ മത്സ്യം അടയ്ക്കാമരത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അമ്മേ, ഞാനിവിടെയുണ്ട് എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട് അമ്മ ആ ശബ്ദത്തിനു നേരെ തിരക്കിട്ട് ഇഴഞ്ഞെത്തി. തീയിലിട്ട് ചുട്ടിട്ടും കുഞ്ഞു ഏൽ മറുപടി പറയാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ തലഭാഗം വെന്തുപോയിരുന്നില്ല. അവിടെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. അമ്മയേൽ പണിപ്പെട്ട് അടയ്ക്കാമരത്തിൽ ഇഴഞ്ഞു കയറി. മോൻ പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. അവനെ കാണുന്നതിനു മുമ്പേ അവർ പോയി ചില മരുന്നുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുവന്നു. തൻ്റെ കുഞ്ഞിൻ്റെ ശരീരം പാതിയിൽ ഏറെ വെന്തുപോയതായി അവർ മനസ്സിലാക്കി. വെന്ത ഭാഗം അടർത്തിയെടുത്ത് അവർ ആ ഭാഗത്ത് മരുന്ന് പുരട്ടി. പെട്ടെന്ന് ആ ഭാഗത്ത് ജീവന്റെ സ്പന്ദനമുണ്ടായി. അങ്ങനെ കുഞ്ഞു ഏരാലിന് വീണ്ടും ജീവൻ വെച്ചു. വേവാത്ത തലഭാഗം എടുത്ത് അവർ തൂക്കിയിട്ടിരുന്ന കുട്ടയിൽ തന്നെ നിക്ഷേപിച്ചു. വീട്ടിലെ മുതിർന്ന കുട്ടികൾ എത്തി തങ്ങളുടെ ഇളയ അനുജനോട് ചോദിച്ചു, ഏരാലിൻ്റെ ബാക്കി ഭാഗം എവിടെയാണ്? വീട്ടുകാവലിന് ഏർപ്പെടുത്തിയിരുന്ന കുഞ്ഞനുജൻ നിഷ്കളങ്കമായി ഉത്തരം പറഞ്ഞു, അമ്മ ഏരാൽ വന്ന് കൊണ്ടുപോയി. നിന്നെ ഞങ്ങൾ ഇന്ന് കൊല്ലും, അവർ ക്രുദ്ധരായി പറഞ്ഞു. ഏരാലിനെ സൂക്ഷിക്കാൻ അവനെ ഏൽപ്പിച്ചാണ് അവൻ പുറത്തുപോയത്. അപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞു, അരുത്, എന്നെ കൊല്ലരുത്. മരിച്ചു കഴിഞ്ഞ ഭാഗത്തിന് ജീവൻ നൽകാൻ അമ്മ ഏരാൽ ഉപയോഗിച്ച മരുന്ന് എനിക്കറിയാം. ഇത് കേട്ടപ്പോൾ അവരുടെ ക്രോധം വഴിമാറി. എന്നാൽ അവർക്ക് സംശയം തീർന്നിരുന്നില്ല. അപ്പോൾ അവൻ ചേട്ടന്മാരിൽ ഒരുവനോട് നിലത്തു കിടക്കാൻ പറഞ്ഞു. ഏറ്റവും മൂത്ത സഹോദരൻ നിലത്ത് പായിൽ കിടന്നു. കുട്ടി കത്തിയെടുത്ത് ചേട്ടൻ്റെ തല മുറിച്ചു മാറ്റി. ജീവൻ വേർപെട്ടു എന്ന് ഉറപ്പായ സമയത്ത് മുറിഞ്ഞ ഭാഗം ചേർത്തു വച്ച് അമ്മ ഏരാലിൻ്റെ മരുന്ന് പുരട്ടി. അപ്പോൾ അവൻ ഇളയവനോട് നിലത്തു കിടക്കാൻ ആവശ്യപ്പെട്ടു. തനിക്കുമേൽ പ്രയോഗിച്ച വിദ്യ തിരിച്ചു പ്രയോഗിക്കാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഇത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് അവന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ കൂടുതലൊന്നും ആലോചിക്കാതെയാണ് മൂത്തവൻ ഇളയവനോട് കിടക്കാൻ ആവശ്യപ്പെട്ടത്. ചേട്ടൻ ഉടൻ തന്നെ അനുജന്റെ ശിരസ് മുറിച്ചു മാറ്റി. ജീവൻ പൂർണ്ണമായും വേർപെട്ടു എന്ന് ഉറപ്പായപ്പോൾ ചേട്ടൻ സ്തംഭിച്ചു നിന്നുപോയി. കാരണം മരുന്ന് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അനുജന് മാത്രമേ അറിയാവൂ. എന്തു ചെയ്യണമെന്ന് അവന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ചേട്ടന്മാർ എല്ലാവരും തങ്ങളുടെ കുഞ്ഞനുജന്റെ ജീവനറ്റ ശരീരം ഹൃദയവേദനയോടെ നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യദാം ഭാഗ്യദാം ഹസ്താഭ്യാം അഭയപ്രദാം മണിഗണൈർനാനാവിധൈർഭൂഷിതാം ഭക്താഭീഷ്ടഫലപ്രദാം ഹരിഹരബ്രഹ്മാദിഭിः സേവിതാം പാർശ്വേ പങ്കജപൽപ ശംഖനിധിഭിര്യുക്താം സദാശക്തിഭിः. അമ്മയുടെ പുഞ്ചിരി തൂകുന്ന അതിമനോഹരമായ വദനം, സൗഭാഗ്യവും ഭാഗ്യവും ഭക്തർക്ക് യഥേഷ്ടം നൽകുന്നവളാണ് അമ്മ. അഭയവരദങ്ങളും താമരപ്പൂവും അവിടുന്ന് കൈകളിൽ ധരിച്ചിരിക്കുന്നു. നാനാവിധ രത്നങ്ങളാൽ അവിടുന്ന് ശോഭിക്കുന്നു. ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരാൽ അമ്മ എപ്പോഴും സേവിക്കപ്പെടുന്നു. പാർശ്വഭാഗങ്ങളിൽ പങ്കജം, ശംഖ്, പത്മം, നിധി എന്നീ ശക്തികളോടുകൂടിയ അമ്മേ മഹാലക്ഷ്മി ദേവി, ഞാൻ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിക്കുന്നു. മനുവിനാൽ ഉപാസിതയായ
വിദ്യാരൂപിണിയാണ് ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരീ ദേവി. മനുവിനാൽ സേവിക്കപ്പെടുന്ന വിദ്യ ആയിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ 238 വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് മനുവിദ്യ എന്ന നാമമന്ത്രമാണ്. ശ്രീവിദ്യ മഹാമന്ത്രത്തിൻ്റെ ഉപാസനാരീതികൾ നിർമ്മിച്ചിട്ടുള്ളത് 12 പേരാണ്. മനുശ്ചന്ദ്ര കുബേരശ്ച ലോപമുദ്രാച മന്മഥ അഗസ്ത്യരഗ്നി സൂര്യശ്ച ഇന്ദ്ര സ്കന്ദ ശിവസ്തഥാ ക്രോധഭട്ടാരകോ ദേവ്യാ ദ്വാദശാമീ ഉപാസക. മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ അതായത് ദുർവാസാവു മഹർഷി. ഈ 12 അമ്മയുടെ ഉപാസകന്മാരും ശ്രീവിദ്യാമന്ത്രം കൊണ്ടുള്ള പൂജാവിധികൾ നിർമ്മിച്ചിട്ടുണ്ട്. ജ്ഞാനാർണവത്തിൽ ഇവ ഓരോന്നും വിവരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ അമ്മ തന്നെയാകുന്നു. മന്ത്രങ്ങളുടെ അക്ഷരവിന്യാസത്തിലും പൂജാരീതികളിലും ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. മനു കണ്ടുപിടിച്ച മന്ത്രരൂപം ഇതാണ്. കയേയില ഹ്രേം ഹകയേയില ഹ്രേം സകയേയില ഹ്രേം. ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി മാത്രം ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. മനു കണ്ടുപിടിച്ച നിർമ്മിച്ച ഈ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത്. ഓം മനുവിദ്യായൈ നമഃ. ഓം ഓം ഹ്രേം മനുവിദ്യായൈ നമഃ. ശ്രീചക്രത്തിൽ സ്പർശിച്ചുകൊണ്ട് 7 ദിവസം തുടർച്ചയായി ഈ മന്ത്രം 7 പ്രാവശ്യം വീതം ജപിക്കുക. ആഗ്രഹസാധ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ വീട്ടിലെന്തെങ്കിലും കുടുംബകലഹങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടുകയും ഐശ്വര്യം ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യും. 16 വയസ്സുള്ള പെൺകുട്ടി ശ്രീചക്രത്തിൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭാവി ഭാസുരമായി തീരുകയും സർവ ഐശ്വര്യങ്ങളും ആ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. ചന്ദ്രൻ്റെ ഉപാസനാമാർഗമായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം ചന്ദ്രവിദ്യ എന്നുള്ളതാണ്. ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാമന്ത്രം സ്വരൂപമായിട്ടുള്ളവൾ. ചന്ദ്രൻ ഉപാസിച്ച മന്ത്രം ഇതാണ്. സഹ കയേയില ഹ്രേം സഹ സഹയേയില ഹ്രേം ഹസകയേയില ഹ്രേം. ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി മാത്രം ഈ മന്ത്രം ജപിക്കുക. ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലളിതാ ത്രിപുരസുന്ദരീ ദേവിയെ ദർശിച്ചുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ എഴുതിയ ഒരു നാമമന്ത്രമാണ് ചന്ദ്രമണ്ഡല മധ്യക എന്നത്. ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തെ പ്രാപിച്ചവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ചന്ദ്രമണ്ഡല മധ്യത്തിൽ അമ്മ സ്ഥിതി ചെയ്യുന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് മാനസപൂജാരീതിയിൽ ആരാധിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് ഉത്തമമാണ്. ശ്രീചക്ര രഹസ്യത്തിൽ ചന്ദ്രമണ്ഡലവും ശ്രീചക്രവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീചക്രത്തിൽ ബിന്ദുസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്നുകൂടി ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. കുണ്ഡലിനി രൂപത്തിലുള്ള അമ്മയുടെ ചൈതന്യം സഹസ്രാരത്തിൽ ഉള്ള ചന്ദ്രമണ്ഡലത്തെ ഭേദിക്കുന്നതുകൊണ്ടും അമ്മ ചന്ദ്രമണ്ഡല മധ്യകയാണ്. കുണ്ഡലിനി ശക്തിയുടെ രൂപത്തിലുള്ള ദേവി ചൈതന്യം ഉണർന്ന് സുഷുമ്ന വഴി സഹസ്രാരത്തിലെത്തി ചന്ദ്രമണ്ഡലത്തെ ഭേദിച്ചുകൊണ്ട് ശിവനുമായി ഐക്യം പ്രാപിച്ച് അമൃതവർഷം ചൊരിയുന്നു.
ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോട് ഇപ്രകാരം പറയുന്നുണ്ട്. ശിവപുരാണത്തിലെ ഒരു ശ്ലോകമാണ്. അഹമഗ്നിശിരോനിഷ്ടസ്ത്വം സോമശിരസി സ്ഥിത അഗ്നിശോമാത്മകം വിശ്വമാവാഭ്യാം സമധിഷ്ഠിതം. ഞാൻ അഗ്നിയുടെ നാളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭവതി ചന്ദ്രന്റെ ശിരസിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും കൂടിയാണ് അഗ്നിസോമാത്മകമായിട്ടുള്ള ഈ ജഗത്തിനെ നിലനിർത്തുന്നത്. ഓം ചന്ദ്രമണ്ഡലമധ്യഗായൈ നമഃ. ഓം ഓം ഹ്രീം ചന്ദ്രമണ്ഡലമധ്യഗായൈ നമഃ. ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡലമധ്യഗ എന്നീ നാമമന്ത്രങ്ങൾ ആലോചിക്കാൻ പോലും പറ്റാത്തത്ര ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ്. പൗർണമിക്ക് 2 ദിവസം മുമ്പ് മുതൽ പൂർണ്ണചന്ദ്രനിൽ അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ഈ 2 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 12 പ്രാവശ്യമോ 16 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിലധികം കഴിയുന്ന അത്ര പ്രാവശ്യം ജപിക്കുക. അമ്മയെ അവിടെ കാണുന്നതായി സങ്കല്പിച്ച് ധ്യാനിക്കുക. 3-ാം ദിവസം അമ്മയെ പൂർണ്ണചന്ദ്രനിൽ ദർശിക്കുവാൻ സാധ്യമാകും. ഉത്തമനായ ഒരു ഗുരുനാഥനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൂർണ്ണചന്ദ്രനിൽ നോക്കി കണ്ണടച്ചുകൊണ്ട് 7 പ്രാവശ്യം മന്ത്രം ജപിച്ച ശേഷം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രനിൽ അമ്മ ദർശനം നൽകും എന്ന കാര്യം തീർച്ചയാണ്. മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെയും മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെയും ഫലം നൽകുന്ന ഈ മന്ത്രം ആയുരാരോഗ്യ സൗഖ്യം നൽകുന്ന ഒന്നാണ്. രോഗദുരിതാദികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ മന്ത്രം ജപിച്ചാൽ മോചനം ലഭിക്കും. അപമൃത്യുവും ആപത്തും ഉണ്ടാകാതിരിക്കുന്നതിന് തിങ്കളാഴ്ച തോറും 3 പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിക്കുക. ചന്ദ്രമണ്ഡലമധ്യതയായ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.